ശ്രീ കൃഷ്ണദാസ്, 1971 ഡിസംബർ 28 മുതൽ ഒരാഴ്ച നീണ്ടു നിന്നതാണ് തലശ്ശേരി കലാപം. തലശ്ശേരി കലാപത്തിൽ നിങ്ങളാണ് മുഖ്യപ്രതി, RSSും ജനസംഘവുമാണ് മുഖ്യപ്രതി. വേണമെങ്കിൽ CPM ന്യായീകരിക്കാം. കേരളം ഉത്തരേന്ത്യ പോലൊരു വർഗീയ കലാപമുള്ള ഒരു മാറ്റാതിരിക്കാൻ RSSനെ ചേർക്കാൻ ഞങ്ങൾ ബോംബുണ്ടാക്കുന്നു അവർക്ക് ന്യായീകരിക്കാം. പക്ഷെ അവരത് ന്യായീകരിക്കുന്നില്ല. നിങ്ങൾക്ക് പറയാനൊന്നുമില്ല. ശ്രീ വാടിക്കൽ രാമകൃഷ്ണൻ പരിചയപ്പെടുന്നത് 1968 അങ്ങ് പറഞ്ഞതുപോലെ തന്നെ തലശ്ശേരി കലാപം ഉണ്ടാകുന്ന 1971 അങ്ങ് പെട്ടെന്ന് ആ വിഷയം പറഞ്ഞപ്പോൾ രണ്ടിനെയും കൂടി കൂട്ടി കണക്ട് ചെയ്തത് കൊണ്ടാണ് എനിക്ക് അതിന്റെ ഡേറ്റിനെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻ ഉണ്ടായത്. പക്ഷെ 71 കലാപത്തിന്റെ കാരണം എന്തായിരുന്നു? 71 കലാപത്തിന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂവും അതിലെ പ്രധാനപ്പെട്ട പ്രതികളും വിധേയത്തിൽ കമ്മീഷൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. വിധേയത്തിൽ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളായി കേസുകളിലെ പ്രതികളായി വന്നിട്ടുള്ളത് CPM-കാരാണ് 71. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുള്ളത് ആ കാലഘട്ടത്തിലെ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി വായിച്ച ഒരാളാണ് ഞാൻ, കൃഷ്ണദാസ്. പൂർണ്ണമായും അത് വായിച്ച ഒരാളാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അങ്ങ് അതിന്റെ റിപ്പോർട്ട് എടുത്ത് നമുക്ക് വേറൊരു ദിവസം ചർച്ച ചെയ്യാമല്ലോ. ഓക്കെ, ആ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ തെറ്റില്ലല്ലോ. ഇപ്പൊ കേരളത്തിൽ തലശ്ശേരി കലാപം നടക്കുമ്പോൾ ആ തലശ്ശേരി കലാപത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിതമായിട്ടുള്ള സംഘടനയാണ് RSS അന്നത്തെ ജനസംഘവും. ആ കാലഘട്ടത്തിൽ BJP സംഘടന എന്ന നിങ്ങൾ CPM-ന്റെ അക്രമത്തെ ഭയന്ന് പ്രതിരോധിച്ച് ബോംബുണ്ടാക്കുന്നതാണ് എന്ന ഒരു വിശുദ്ധവാദം ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയാണ് തലശ്ശേരി കലാപം മുന്നോട്ട് വെച്ചത്. നിങ്ങൾ അത്ര വിശുദ്ധ പശുക്കളല്ല കണ്ണൂരിൽ, പ്രത്യേകിച്ചും തലശ്ശേരിയിൽ എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി മാത്രമാണ്. കണ്ണൂരിൽ ആർക്കും കഴിയില്ലെന്ന്. കണ്ണൂരിൽ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണല്ലോ ശ്രീ ബലദേവ് സൂചിപ്പിച്ചതാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. കണ്ണൂരിൽ ഒരു സംഘടനക്കും CPM-നെ എതിർക്കാൻ അജിംസ ആ വാദം ശരിയല്ല. അജിംസ ആ വാദം ശരിയല്ല. ഓക്കെ, എന്താ കോൺഗ്രസ്സുകാർ ശുദ്ധന്മാരാണ്? എന്താണ് ആ വാദം അജിംസ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ബോംബ് ഉണ്ടാക്കണമെന്ന്, ഈ തിരിച്ചടിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണോ? ജനങ്ങളുടെ ആവശ്യമാണോ ബോംബ് നിൽക്കാൻ ഞങ്ങൾക്ക് എടാന്ന് വിളിച്ചാൽ ജനങ്ങളുടെ ആവശ്യമാണ്? അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം വിദ്വേഷത്തിന്റെ പ്രവർത്തനം നടത്തുന്നതാണ്. ഞാൻ ചോദിച്ച ചോദ്യം അതാണ്. അങ്ങനെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് തിരിച്ചടി നടന്നതെങ്കിൽ കണ്ണൂർ എന്തുകൊണ്ട് BJPക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല? കണ്ണൂർ എന്ന കുളിമുറിയിൽ ഒരു പാർട്ടിയും എല്ലാ പാർട്ടിയും നക്സലാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഉത്തരവാദിത്തം സർക്കാരിനാണ്, CPM-നാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുക.